റാപ്പർ വേടൻ നടത്തുന്നത് കലാഭാസമാണെന്നും വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നതാണെന്നും RSS നേതാവ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം മുഖപത്രമായ കേസരിയുടെ മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധുവാണ് റാപ്പർ വേടനെ വിമർശിച്ച് രംഗത്തെത്തിയത്. കൊല്ലം കുണ്ടറയ്ക്കടുത്തുള്ള ക്ഷേത്ര പരിപാടിയിലായിരുന്നു പ്രസംഗം. വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നും മധു പറഞ്ഞു. വേടൻ വിഷയത്തിൽ മധുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ: വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമില്ല. എന്നാൽ വേടന്റെ പാട്ട് ജാതി ഭീകരവാദവും വിഘടനവാദവും പ്രോത്സാഹിപ്പിക്കുന്ന വളർന്നുവരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാ ആഭാസമായി മാറുകയാണ്. വേടൻ എന്ന കലാകാരന് പിന്നിൽ ശക്തമായ സ്പോൺസർമാരുണ്ട്. സൂക്ഷ്മമായി നോക്കിയാൽ അത് ഭാരതം വിഘടിക്കുന്നത് സ്വപ്നം കണ്ട് കഴിയുന്ന ശക്തികളാണെന്ന് കൃത്യമായി പറയാൻ കഴിയും, മധു പറഞ്ഞു. മധുവിൻ്റെ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിവാദമായി. വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതേ വേദിയിൽ തന്നെ ഷവർമ്മയെ വിമർശിച്ചും മധു രംഗത്തെത്തി. ആക്രാന്തം മൂത്ത് ഷവർമ്മ കഴിച്ച് മരിക്കുന്നത് ഹിന്ദുവാണെന്നും അതിൽ ആയിഷയോ മുഹമ്മദോ തോമസോ ഇല്ലെന്നും മരിക്കുന്നവരെല്ലാം ഹിന്ദുവാണെന്നുമായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. മധുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഭക്ഷണത്തിൽ തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ ഇന്ന് അറേബ്യൻ ഫുഡ് കഴിക്കണം. ഇന്ന് ഡിന്നറിൻ്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണുള്ളത്. അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണ ഇനങ്ങളുടെ പേരുകൾ ഇവിടെ ഓർത്തെടുക്കാൻ പോലും ആകില്ല. മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം. കരിഞ്ഞ മാംസത്തിൻ്റെ തീക്ഷ്ണമായ ഗന്ധം നമ്മുടെ നാസ്വാദാരങ്ങളിൽ തുളച്ചു കടന്നു പോകുന്നു. വൈകുന്നേരങ്ങളിൽ കേരളത്തിലെ തെരുവുകളിൽ നടക്കുന്നത് ശ്മശാനത്തിലൂടെ നടക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. കഴിക്കുന്നത് ശവവർമ്മയാണ്. അതായത് നമ്മൾ ഭക്ഷിക്കുന്നത് കഴിക്കുന്നത് ശവമാണ്. ശവവർമ്മ കഴിച്ച് കേരളത്തിൽ അനേകം പേരാണ് മരിച്ചത്. അതിൽ ഒരു മുഹമ്മദ് ഇല്ല, ഒരു ആയിഷയുമില്ല, ഒരു തോമസും ഇല്ലെന്ന് നിങ്ങൾ ഓർക്കണം. പക്ഷേ അതിൽ വർമ്മയുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇതിന് ഷവർമ്മ എന്ന് പേര് വന്നത്. കൊതിമൂത്ത് പണ്ടാരമടങ്ങാൻ ഇത് പോയി തിന്ന് ചാവുന്നതിൻ്റെ പേര് ഹിന്ദുവാണെന്ന് നിങ്ങൾ ഓർക്കണം, മധു പറഞ്ഞു. വേടന്റെ പരിപാടിക്ക് സ്റ്റേജ് ഒരുക്കവേ ഷോക്കടിച്ചു മരണം. സംഘാടകർക്കെതിരെ ടെക്നീഷ്യൻ്റെ കുടുംബം. കിളിമാനൂരിൽ റാപ്പർ വേടന്റെ പരിപാടിക്കിടെ ടെക്നീഷ്യൻ ഷോക്കടിച്ചു മരിച്ച സംഭവത്തിൽ സംഘാടകർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. മരണപ്പെട്ട ആറ്റിങ്ങൽ കോരോണി സ്വദേശി ലിജു ഗോപിനാഥിൻ്റെ കുടുംബമാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പരിപാടിയിൽ ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയില്ലെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ലിജുവിൻ്റെ മരണവാർത്ത മറച്ചുവെക്കാൻ സംഘാടകർ ശ്രമിച്ചുവെന്നും കുടുംബം ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകാനാണ് ലിജുവിൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനം. LED ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്ന ടെക്നീഷ്യനാണ് മരണപ്പെട്ട ലിജു ഗോപിനാഥ്. ലിജുവിൻ്റെ മരണത്തെ തുടർന്ന് കിളിമാനൂരിലെ വേടന്റെ പരിപാടി റദ്ദാക്കിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ വേദിയിൽ വന്ന് പാട്ടുപാടിയതിന് തനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടെന്നും പ്രേക്ഷകർ ഇത് മനസ്സിലാക്കുമെന്നും വിശ്വസിക്കുന്നുവെന്നുമാണ് വേടൻ പറഞ്ഞത്. കിളിമാനൂരിൽ വെച്ച് നടത്താനെന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് നിങ്ങളുടെ മുന്നിൽ പാട്ടുപാടാൻ മാനസികമായി ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായും സംസാരിച്ചിട്ടുണ്ട്. എന്നെ കാണാനും കേൾക്കാനും ഒരുപാട് നേരമായി കാത്തിരിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇന്നെനിക്ക് മിണ്ടണമെന്നുണ്ടായിരുന്നു. ജനത്തിരക്കും സേഫ്റ്റിയില്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയമനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് വേടൻ പറഞ്ഞു.